ഹലോ, ലിസ്ബിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റാതെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മുളക് പൊടി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വേണ്ട നമ്മള് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കണ നാളെയാരും ചേരണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മടിയുള്ള കാര്യം. ആ മെയിൻ സാധനം മാറ്റിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കി എടുക്കാം അല്ലെ? ചട്നി ചമ്മന്തി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് 2 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വീട്ടമ്മമാർക്ക് ചെയ്തു കൊടുക്കാവുന്ന റെസിപ്പി. വീട്ടമ്മമാർക്ക് മാത്രമല്ല, ബാച്ചിലേഴ്സിനേക്കും ഇത് പഠിച്ചെടുക്കാൻ അധികം നേരം വേണ്ട. എടുത്ത നമ്മുടെ കയ്യിലൊരു മുതൽക്കൂട്ടാണ്. എവിടെ പോയാലും നമുക്ക് പട്ടിണി ഇങ്ങനത്തെ റെസിപ്പികൾ നമ്മൾ ഇടുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാവരും ജോലിക്കാരും പിന്നെ തിരക്കുള്ളവര്, കുട്ടികളെ നേരത്തെ സ്കൂളിൽ വിടണവര് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഹറിബറി ഉള്ള സമയത്ത് ടേസ്റ്റ് ഒരു കുറവില്ല, നല്ല ടേസ്റ്റ്. നാളികേരം ഒക്കെ ചിലപ്പോ വീട്ടിൽ ഉണ്ടാവാത്ത സമയം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പ്രിപ്പയർ ചെയ്യാവുന്ന സിമ്പിൾ റെസിപ്പി. ഈവൻ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാൽക്കുലേഷൻ തെറ്റുന്നത്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു നമുക്ക് ഓഫർ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ദോശ ഉണ്ടാക്കി എത്ര നേരം വേണം, അതിന്റെ ഒപ്പം തന്നെ ഇത് ചെയ്ത്. ഇതിന്റെ കൂടെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് വേറൊരു ഇൻഗ്രീഡിയന്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഞാൻ പറയാടേല് ചോറിനും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സമയം. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റിന്റെ റെസിപ്പിക്ക് 2 മിനിറ്റ് വർത്താനം പറഞ്ഞു നിങ്ങൾ പറയാം. അപ്പൊ അതൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ചാനൽ കണ്ടിട്ട് കമന്റ് ഇടുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യാ, അതൊന്നും മറക്കണ്ട അല്ലെ? അതൊന്നും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. ഓക്കെ. മുളക് പൊടി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി, ഇത് ഒന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ അറിയാം. അതെന്താന്ന് വെച്ചാലേ വളരെ കുഞ്ഞിതാവണം. പിന്നെ വെറുതെ പുൻസാരുടെ കൈ മുറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആളരിയും കിട്ടണം. എന്നാലും ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി. പിന്നെ 3 എണ്ണമല്ലോ ഉള്ളൂ. അതിന് വേണ്ടി നീ അത് കഴുകാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇടാം. കുറച്ച് മതിയല്ലോ ഉള്ളി, അത്ര കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇടാം, അതിലേക്ക് ഇടാം. ഇനി നമുക്ക് കായംപൊടി, അതായത് ഒരു എന്താ പറയാ, ഒരു 2 നുള്ള് കായംപൊടി മതി. അതായത് 1/4 ടീസ്പൂണിൻ്റെ. അത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മതി 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 അത് ധാരാളം, അത്ര മതി. അതിലേക്ക് 1 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പിട്. 3/4 ടീസ്പൂൺ ഉപ്പ്. വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പൊ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് തീ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഓക്കെ, നന്നായി ചൂടാവണം കേട്ടോ. അതായത് തിളച്ച പോലെ ചൂടാവണം. അപ്പൊ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ അങ്ങനെ കണ്ടില്ല, നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ എണ്ണ ഉണ്ടല്ലോ, ഇതേ ചൂടില് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കായംപൊടിയും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കാം, ഞാൻ ഇളക്കാം. ഓഫ് ചെയ്തോ? പതുക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അല്ല, അതല്ല, ഞാൻ ഒറ്റടിക്ക് ഞാൻ ഒഴിക്കും. പഞ്ചസാര കൈ നീക്കുക, സൂക്ഷിച്ച്. മറ്റേത് ഓ ക്യാമറ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മള് തൈര് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റ് വരും. അതല്ല ഉദ്ദേശിച്ച അതായത് തൈര് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണെങ്കിൽ ചോറിന് സൂപ്പർ. അതായത് ചെറിയൊരു പുളി. പക്ഷെ വേറൊരു കുഴപ്പം എന്താ വെച്ചാലേ തൈര് നമ്മൾ ഒഴിക്കണില്ലെങ്കിൽ ഇത് നാളേക്ക് നമുക്ക് ഇതേ ഫ്രഷ്നെസ് കിട്ടും. തൈര് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പനെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതെന്നുവെച്ചാല് പുളി ഇരുന്ന് കൂടും. പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഇതിൽ പക്ഷെ നമ്മൾ കുറച്ച് ഇത്തിരി ലൂസ് ആവാൻ വേണ്ടിട്ട് ഇത്തിരി വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. ഈ വെള്ളം അതിൽ എത്ര അധികം വെള്ളം ഒഴിക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോ അത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ മുളക് പൊടി ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ടേസ്റ്റ് ലിസ നോക്കുന്നതായിരിക്കും. സാറിന് മുളക് പൊടി വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നമുക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഞാന് അല്ല എപ്പോഴും പെണ്ണുങ്ങൾ ഫസ്റ്റ്, ലേഡീസ് ഫസ്റ്റ്. അതൊക്കെ ശരിയാ. നല്ല ടേസ്റ്റ് ആണ്. അത് നമുക്ക് ഇങ്ങനെ വെറുതെ തിന്നാൻ വായല് വെള്ളം വരുന്നു പറയുമ്പോ കഴിക്കണില്ല. അതല്ല ഈ സംഭവമേ ഇങ്ങനെ വെറുതെ കഴിക്കാനുള്ള ടേസ്റ്റ്. നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഉണ്ടല്ലോ, ഇഡ്ഡലിക്ക് സൂപ്പറാ. ഇഡ്ഡലിക്ക് നല്ല നമുക്ക് മറ്റേ ചമ്മന്തിപ്പൊടി എണ്ണയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കില്ലേ, അതിന്റെ പോലെ തന്നെ വേറൊരു ടേസ്റ്റ് ആണ്. എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. ഇത് നല്ല ഒരു അപ്പോ നമ്മുടെ പരിപാടി നമുക്ക് രാത്രിയൊക്കെ വേണമെങ്കിൽ നേരല്ലാന്ന് വെച്ചാൽ രാത്രി ഉണ്ടാക്കി വെക്കാം. പിറ്റേ ദിവസം കാലത്തേക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പൊ ഓക്കെ, ബൈ. Bye.